അങ്ങനെ ഒരു പ്ലേറ്റ് ആറ്റം ബോംബ് ഉരുട്ടി ഇതേ വെച്ചിരിക്കുന്നു. ഇരിക്കാനും മേല നിൽക്കാനും മേലാത്ത നല്ല ബോൾ പോലെ ഉരുട്ടുവാ, ബോൾ പോലെ. ഹായ്, 123 വ്ളോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കിടിലൻ സ്ഥലത്തേക്കാണ് ക്യാമ്പിങ്ങിന് പോകുന്നത്. സംഗതി ഇടിവെട്ട് മഴയാണ്. ഇപ്പം മഴയില്ലെന്നുള്ളൂ, ഇപ്പം പെയ്ത് തോർന്നുള്ളൂ. കിടിലൻ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇത്രയും വലിയ സൈസ് ഒച്ചും കൂടെ കണ്ടിട്ടുണ്ടോ? ഭീമാകാരൻ ഒച്ച. അങ്ങനെ തപ്പിത്തിരിഞ്ഞ് നടക്കും ആശാൻ. നിഷ ഇങ്ങനെ നടക്കുവാണ്, കയറ്റം കയറി തത്തക്കം പെത്തക്കം എന്നും പറഞ്ഞോണ്ട്. അമ്മ ഭയങ്കര കയറ്റം. ഒരു ലോഡ് സാധനങ്ങളുണ്ട്, കയ്യിലും ഉണ്ട്. എൻ്റെ കയ്യിൽ പോണ വഴിക്ക് കണ്ടതാണ്, നല്ല കിടിലം മാങ്ങ കായ്ക്ക് കിടക്കുന്നു. ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്നത് ഈ മലയുടെ ഈ ഭാഗത്തേക്കായിട്ടാണ്. ആ കാണുന്നതെല്ലാം കൊടൂര വനമാണ് കേട്ടോ. ഇതെല്ലാം കൃഷിസ്ഥലമാണ്. അക്കരെ മല കാണുന്നത് കാട്. ഈ കാണുന്ന ചെടി കണ്ടല്ലോ, ഇതാണ് ഇൻസുലിൻ പച്ച. ഇത് ഈ വെറും മറ്റേ ഈറ്റക്കാട് കിടക്കുന്ന പോലെ. ഈ നിൽക്കുന്ന എല്ലാം മൊത്തം ഈ സാധനം പടർന്ന് പിടിച്ച് കിടക്കുക പറമ്പിൽ കൂടെ എല്ലാം. ഷുഗറിന് നല്ലതാണെന്നൊക്കെ പറയണു, ശരിയാണോ ആവോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്യാമ്പിംഗ് സ്ഥലത്തിൻ്റെ അടുത്ത് എത്തി തുടങ്ങി. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. പാറ ഒന്ന് കയറി പറ്റണമെങ്കിലാണ് വലിയ പണി. കയറുവോ? സൂക്ഷിച്ച് കയറണേ, തെന്നി വീഴുന്നത്. ഈശ്വര, ഞാനും ഒന്ന് കയറി പറ്റട്ടെ. പയ്യെ പോട്ടെ. ഉരുണ്ടൊന്നും വീണാക്കരുത്. പാറയുടെ താഴെ പോയി കിടക്കും ഉരുണ്ട് വീണ. ഇവിടെ വെച്ച് മടുത്ത് ആ തോട്ടപ്പുഴ ഉണ്ടോയെന്ന്, കാലയിൽ തോട്ടപ്പുഴ ഉണ്ടോയെന്ന് നോക്കുന്ന ഭാഗമാണ്. ഉണ്ടോ? എൻ്റെ കാലയിലില്ല. ഇവിടെ നിന്നാൽ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലം മാങ്കുളം സിറ്റിയാണ്. ആ കാണുന്ന കുഞ്ഞു ചിത്രങ്ങൾ. ഈ സൈഡിലേക്ക് നോക്കിയാൽ ഭയങ്കര ഹൈറ്റുള്ള മല, അതിൻ്റെ അടിവാരത്തെത്തി. ആ കാട്ടിൽ ആനയും സാധനങ്ങളുമൊക്കെ ഉണ്ട് അക്കരെ മലയിൽ. ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ, അക്കരെ വലിയൊരു തോടുണ്ട്. ആ തോട് കടന്ന് വരത്തില്ല ആനയ്ക്ക്, വലിയ കിടങ്ങ് പോലെ ആ തോട്. ഒരിടത്തൂടെ കിടക്കത്തില്ല, കുറേ ദൂരം. ടെൻറ്റ് ഞങ്ങൾ ഇവിടെ വെക്കാൻ തീരുമാനിച്ച്. തോട്ടപ്പുഴ ഉണ്ടാകുമെന്നുള്ളൂ, അതിന് ഇച്ചിരി ഉപ്പ് കതറിയിട്ട് വെക്കാമെന്ന് വെച്ചു. പറമ്പാട്ടോ, ഈ കാണുന്നതെല്ലാം പറമ്പാണ്. വേണ്ട, പാറ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുമോ മുകളിലേക്ക്. മുകളിലൊരു വീടുണ്ട്, ആൾത്താമസമൊന്നുമില്ല അതിൻ്റെ അകത്ത്. വിറകെടുക്കാൻ പോകണോ? ആ, നിഷ കാട്ടിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട് വിറകെടുക്കാനാണ്. ഞാനിവിടെ ടെൻറ്റ് വയ്ക്കാനുള്ള സ്ഥലം റെഡിയാക്കുന്നു. ഈ നിൽക്കുന്ന സാധനം കണ്ടോ, ഇതാണ് കേട്ടോ മഞ്ഞക്കൂവ. കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മഞ്ഞക്കൂവ. ഒരു ട്രിപ്പ് വിറക് കൊണ്ടുവന്നിട്ട് രാത്രി കത്തിക്കാനുള്ള. അടുത്ത ട്രിപ്പുമായിട്ട് വരുന്നുണ്ട്. വലിയ മുട്ടിയാണല്ലോ. പോരെ, അത് പോരെ.
ഞാൻ പറഞ്ഞോ? പഴുത വലിച്ചു കെട്ടാൻ വേണ്ടി രാത്രി ചിലപ്പോൾ നല്ല മഴയും കാറ്റുമായിരിക്കും. ഇത്രയും നേരം നല്ല മഴയും കാറ്റുമായിരുന്നേ. ഇനിയിപ്പോൾ പെയ്യുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് വെളുത്തി വേണം എല്ലാം കെട്ടാൻ. അഴ പോലെ വലിച്ചു കെട്ടിയിട്ട് പടുത അങ്ങ് ഇടുക. എനിക്കൊരു ഐഡിയയും ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. ഇനി പണിത് കഴിയുമ്പോൾ അറിയാം. അപ്പം കൂടാരം പോലെ. ഓക്കെ, ഇപ്പം മനസ്സിലായി. അത്രയും പരിപാടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് വെക്കാനുള്ളതോടും അടുപ്പ് വെക്കാനുള്ളതോടും പടുത അങ്ങ് വലിച്ചു കെട്ടി. ഇനി അതിൻ്റെ അടിയിൽ ടെൻറ്റ് വെക്കണം. ഉണ്ടോ? അടിപൊളിയാക്കണം. നല്ല ചീവീടിൻ്റെ സൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുപ്പിടണം. ഇവിടെ ആയിട്ട് അടുപ്പിടണം, പാചകം ചെയ്യണം. ഒരുപാട് നേരമായി വന്നിട്ട്. ഇല്ലേ നിശ മടുത്ത്. സന്ധ്യയായേ, മഴ തൂളി തുടങ്ങി. ഇവിടെ അടുപ്പ് കല്ല് കൊണ്ടുവന്ന് വെച്ചു, റെഡിയാക്കി. പിന്നെ ടെൻറ്റും റെഡിയാക്കി. വെള്ളം കൊണ്ടുവന്ന് വെച്ചു. അപ്പുറം പിന്നെ നമുക്ക് ലൈറ്റ് വയ്ക്കാനുള്ള കമ്പ് വെട്ടാൻ വേണ്ടി നോക്കിപ്പോയേക്കുക. അത് അങ്ങ് നിൽപ്പുണ്ട്. മടുത്ത് ശരിക്കും. പറമ്പിലൊക്കെ ഏലമുള്ളതുകൊണ്ട് ഒരു കല്ല് തപ്പി എത്ര ദൂരം പോയി നിറയെ അടുപ്പ് കല്ല് തപ്പി. അതുപോലെ കമ്പ് വെട്ടി വരുന്നുണ്ട്. അങ്ങനെ നേരെ സന്ധ്യയായി തുടങ്ങി. നിഷ തീ പിടിപ്പിച്ച് ചായ വയ്ക്കാൻ പോകുന്നു. മടുത്തു. ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു. അപ്പോൾ ഇനി ഇച്ചിരി ചായ വെച്ച് കുടിക്കണം. ദാഹിച്ച് ഇടപാട് തീരാന്ന്. അങ്ങനെ കട്ടൻ ചായ നല്ല കിടുകിടക്കനായിട്ട് തിളച്ചു. സന്ധ്യ ആയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് പിന്നെ എന്നാ എന്താ സാധനത്തിൽ അച്ചപ്പമൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഇല്ലില്ല. നല്ല കിടിലൻ അച്ചപ്പം. ഇനി വേണം രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ. മഴ പെയ്തിട്ടില്ല ഇതുവരെയായിട്ട്, അത്രേ ഭാഗ്യം. സന്ധ്യ കഴിഞ്ഞ് പിന്നെ മഴയൊന്നും പെയ്തില്ല. പക്ഷെ മഴക്കാർ ഭയങ്കരമായിട്ട് കയറി നിൽപ്പുണ്ട്. എപ്പോൾ വേണേലും പെയ്യാം. പക്ഷെ അങ്ങനെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാൻ വേണ്ടി മസാലയൊക്കെ കൂട്ടി തിരുമ്മി വയ്ക്കുന്നു. ഇന്ന് ചിക്കനും പിടിയുമാണ്. പിടി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. മാവ് കുഴയ്ക്കാൻ വേണ്ടി. ഇന്ന് അങ്ങനെയാണ് ഈ കറി വയ്ക്കണേ. ഇന്ന് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും
പിടിയാണ്. ഞാൻ തേങ്ങ വീട്ടിൽ നിന്ന് വറുത്തരച്ച് കൊണ്ടുവന്നു. അന്നേരം നിങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതാ നിങ്ങൾ ഞാൻ അറിഞ്ഞില്ല, നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് വറുത്തരച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ പറ്റി ഞാൻ വെച്ചതാണ്. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യും. ചെറിയ നിന്ന് സെറ്റാകുമ്പോഴേനും കറി വയ്ക്കും നമ്മൾ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചിക്കനും പിടിയും, നാടൻ സ്റ്റൈലിൽ വറുത്തരച്ച ചിക്കൻ കറിയും നാടൻ സ്റ്റൈലിൽ പിടിയും ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിടി ഉണ്ടാക്കാനുള്ള വെള്ളം ഇങ്ങനെ വെട്ടി തെളിക്കണം. ഇതിനകത്ത് എന്നാ ഇട്ടേക്കണേ? അതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഉള്ളി, ചെറുജീരകം. അതാണ് ഞാനോർത്ത് വെറും വെള്ളമാണെന്ന് ഓർത്തുണ്ട്. നിഷ ഇങ്ങനെ കുത്തിയിരുന്ന് പിടിക്കുള്ള മാവ് കുഴയ്ക്കുക. ഇനി അത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണം അല്ലേ? കുഞ്ഞു കുഞ്ഞാക്കി എടുക്കണ്ടേ? കുഞ്ഞു കുഞ്ഞാക്കണമേ. നിങ്ങളും കൂടണം. കൂടാം. ചൂടാണേ, നല്ല ചൂടല്ലേ? തിളച്ച വെള്ളത്തിലല്ലേ കുഴക്കണേ. നല്ല ബോൾ പോലെ ഉരുട്ടുക. ബോൾ പോലെ ഉരുട്ട. അത് ഇച്ചിരി വലുതാ, ഇച്ചിരി ചെറുതാക്കണേ. എന്നും മീൻവെട്ട കൊടുക്കണേ. ഇന്ന് ഈ പണി കൊടുത്തു. എന്നും എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണ്ടേ. പാവാട്ടാ, അത്യാവശ്യം പണിയിലൊക്കെ സഹായിക്കും. സംഗതി കുഞ്ഞു കുഞ്ഞു ബോൾ പോലെ ഉരുട്ടി വയ്ക്കുന്നുണ്ട്. നിലമൊക്കെ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തല്ലാതെ ഒരു രക്ഷയില്ല. പുറത്തെങ്ങും പോയി ഇരിക്കത്തില്ല. പാറയുണ്ട്. അന്നേരം പാറ ഇങ്ങനെ കിടക്കുക, ഒരു രീതിയിൽ ഇരിക്കത്തില്ല. കഷ്ടപുഷ്ടി ഇരിക്കാവുള്ളൂ. പിന്നെ തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. ഇതിൻ്റെ അകത്തങ്ങ് സേഫ് എന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ക്യാമ്പും വീഡിയോ പോയി ഒന്നിച്ചുള്ളത് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് പുള്ളി ഇങ്ങനെ മേസ്തിരിപ്പണി എന്നും പറഞ്ഞുകൊണ്ട് കേരളം മൊത്തം പോകും. ഞാൻ എറണാകുളത്ത് ജോലിയായിരുന്നു. അപ്പോൾ രണ്ടുപേരും കാണലൊക്കെ കുറവായിരുന്നു അല്ലേ? ഒരാഴ്ചയൊക്കെ വന്ന് നിന്നിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് പുള്ളി അസുഖമായി ഇരുന്നപ്പോഴാണ് ഈ 2 വർഷം ഒന്നിച്ചുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ 24 ക്യാമ്പിംഗ് വീഡിയോ ആയിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ആഘോഷിച്ച് നടക്കണം ഇപ്പം. അല്ലെങ്കിൽ വിഷമമായിരുന്നു. 2 അടുത്തല്ലായിരുന്നോ? ഇനിയിപ്പോൾ 1 മാസത്തെ ക്യാമ്പിംഗ് വീഡിയോ വരുമ്പോഴാണ് കഷ്ടപ്പാട്. കാരണം 1 മാസത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകണമല്ലോ. പിന്നെ ഇടയ്ക്ക് പിള്ളേരെ വിളിച്ച് കൊണ്ടുവരാൻ പറയാം. പിള്ളേർ കൊണ്ടുവന്നോളൂ. ഒരു മാസം പുഴയിൽ തങ്ങണോ അതോ കാട്ടിൽ തങ്ങണോ? ഞാൻ പറയണത് 50-50 അടിക്കാനാ. ഒരു 10 ദിവസം പുഴയില്, 10 ദിവസം കാട്ടില്. എന്തായാലും അതൊന്ന് തീരുമാനിക്കണം. 10 ദിവസം കാട്ടിലും 10 ദിവസം പുഴയിലുമായിട്ട് ചെയ്താലോ എന്നൊരാലോചന ഉണ്ട്. പിന്നെ പുഴയിൽ തന്നെ 10-30 ദിവസം അങ്ങ് ചെയ്താലോ എന്നും ആലോചനയുണ്ട്. പുഴയിലിപ്പം മഴയാണ്, അതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വേനലാണെങ്കിൽ തൊണ്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഡ്രസ്സുകൾ നോക്കണം, വിറക് നോക്കണം, എല്ലാത്തിനും പുറത്തിറങ്ങണ്ട. അപ്പോൾ ഇങ്ങനെ മഴ, ഈ മാങ്കുളത്ത് പ്രത്യേകിച്ച് മഴയാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കൂടെ ക്രിസ്മസിന്, ഈസ്റ്ററിനൊക്കെ ആഘോഷ ദിവസങ്ങളിലും വലിയ ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ പിടി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലെ ഇളയ ആളായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്തില്ലായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രം.
എന്നാലും ഇടയ്ക്ക് ഈ താഴെ പോണ കുഞ്ഞു പൊടികളൊക്കെ ഉണ്ടല്ലോ മേശപ്പുറത്ത് പോണേ, അതൊക്കെ ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വീട്ടിലാ? നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ അമ്മ പിന്നെ ഈ കൂടെ ഇച്ചിരോടെ കൂടുതൽ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ട് ഇത് വൈകിട്ട് രസഗുള പോലെ അന്നേരം പാലൊഴിക്കും. കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് തേങ്ങയും കൂടുതലിട്ടിട്ട് പഞ്ചസാരയും കൂടെ ഇട്ട് ഇങ്ങനെ ഉരുട്ടി വൈകുന്നേരം സ്പൂണിൽ കൊരുന്നത് സ്കൂളൊക്കെ വിട്ട് വരുന്നവരും ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഞാനതൊക്കെ ഉണ്ടാക്കി തിന്നാറുണ്ട്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് മാവും മിച്ചം വരുമ്പം. ഇതറിയാറില്ല, ഇതങ്ങനത്തെ സാധനമൊന്നും കഴിക്കില്ല. എനിക്കിഷ്ടം നമ്മുടെ ചോറാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പുള്ളിക്ക് ചോറ്, എനിക്ക് പലഹാരം. ചോറ് അത്രയ്ക്കില്ലെങ്കിലേ ഞാൻ കഴിക്കുകയുള്ളൂ. അങ്ങനെയുണ്ട്. ഇത് തിന്നാണോ? തിളച്ച വെള്ളത്തിലാ. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെയുണ്ട്. അങ്ങനെ ഒരു പ്ലേറ്റ് ആറ്റം ബോംബ് ഉരുട്ടി ഇതേ വെച്ചിരിക്കുന്നു. രാത്രി ആയപ്പോൾ അത്യാവശ്യം കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പാചകമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുമില്ല. അഞ്ച് മിനിറ്റ് മഴ പെയ്തത് മഴയും തുറന്നു. മനുഷ്യനെ പറ്റിക്കാനായിട്ട് 5 മിനിറ്റ് മഴ. ലഡു സംഗതി ലഡുവല്ലല്ലോ, എന്നാ അതിൻ്റെ പേരിന് പിടി സംഗതി റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കറി വെക്കാനുണ്ട്. അങ്ങനെ പിടി റെഡിയായി, സൂപ്പറായിട്ട് വന്നു, വെന്തു. ഇനി ചിക്കൻ കറി വെക്കണം. പാചകത്തിൻ്റെ 2ാം ഘട്ടം മസാലക്കൂട്ടാണ്. ഉള്ളി സവോള എല്ലാം വഴറ്റിയെടുക്കുന്നു. മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടിയൊക്കെ ചുവന്നിങ്ങ് വന്നു. അങ്ങനെ പുരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടെ ഇട്ട് സംഗതി റെഡിയാക്കുക. പച്ചക്കറിയൊക്കെ ഞങ്ങൾ വലിയ ക്യാമ്പിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചേക്കുന്നത്. ചിക്കൻ്റെ അകത്ത് ഒരു കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കിഴങ്ങിടുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് ചിക്കൻ്റെ അകത്ത് കിഴങ്ങ്, ബീഫിൻ്റെ അകത്ത് ഏത്തക്കയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കണത് ഇഷ്ടമാണ്. അത് ഞാനിന്നൊരു കിഴങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വറുത്തരച്ചും കൂടെ അല്ലേ വെക്കണേ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയൊക്കെ കൂടുതൽ വന്നാൽ വീട്ടിൽ കൊണ്ടുപോകണം കേട്ടോ. കൊണ്ടുപോകണം. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് ഓർത്തോണം. അപ്പം ഞാൻ കൊണ്ടുപോക്കോളാം. ഇതിങ്ങനെ ഇട്ടത് ചിക്കൻ ഈ എണ്ണയിലൊന്ന് വഴന്ന് വരാൻ വേണ്ടിയാണേ, അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ വറുത്തില്ല. ഈ മനുഷ്യനധികം വറുത്തതും പൊരിച്ചൊന്നും തിന്നാൻ പാടില്ലെന്നേ, അതുകൊണ്ട് ഞാൻ ചിക്കൻ വറുത്തില്ല. ഇതിലിട്ട് നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കുന്നേ ഉള്ളൂ. ഇത് അരപ്പാണ്. തേങ്ങ വറുത്തരച്ച്, തേങ്ങയും ചുമന്നുള്ളിയും കൂടെ നല്ലപോലെ വറുത്തരച്ച് കൊണ്ടുപോകും. കിഴങ്ങിടുന്നില്ലേ? ഇതേ ഒരു കിഴങ്ങ് നിഷയുടെ സമാധാനത്തിന്. അതെ, ഒരു കിഴങ്ങ്. അങ്ങനെ സംഗതി ഇനി വെന്താൽ മതി. കറി ഇവിടെ വേഗം വെച്ചിട്ട് ഞങ്ങളിതേ വെള്ളം എടുക്കാൻ പോവുക. വെള്ളം എടുക്കണമെങ്കിൽ ഈ പാറപ്പുറത്തുകൂടെ ഒരു ഓസ് പോകുന്നുണ്ട്. ആ ഓസിനൊരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻ്റേന്ന് പൊട്ടിച്ച് വെള്ളം എടുക്കണം. അടുത്ത് വേറെ വെള്ളമില്ല, അതിലേ പോകും.
അങ്ങനെ ഞങ്ങൾ വെള്ളം കൊണ്ട് തിരിച്ചെത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡിയാകുന്നു. ദേ പിടിയും നല്ല അടിപൊളി ചിക്കൻ കറിയും. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആഴിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ. അകത്താണ് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട്. പിന്നെ കാടായതുകൊണ്ട് തോട്ടപ്പുഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നെല്ലാം ടെന്റിലാക്കിയത്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പുറത്തിറങ്ങി ഒരുപാട് നേരം ഇരിക്കത്തില്ല. ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തോട്ടപ്പുഴു നമ്മളെ എടുത്തോണ്ട് പോകും. നല്ല അടിപൊളി. ഞാനല്ലേ ഉണ്ടാക്കണേ, അതുകൊണ്ടാ. നല്ല സൂപ്പർ കറിയാ. എനിക്ക് തേങ്ങ വറുത്തരച്ചുള്ള ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. കിഴങ്ങ് അടിപൊളിയാണല്ലോ. കിഴങ്ങിലേക്ക് ചിക്കൻ്റെ കൂടെ സത്തങ്ങ് പിടിക്കുമല്ലേ, അതാ നല്ലതല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിഷ അതേ അകത്ത് കിടക്കാനുള്ള പരിപാടിയാണ്. കോട്ടൊക്കെ കുത്തിക്കയറ്റി. തണുപ്പാ. നിങ്ങൾക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞോണ്ട് എനിക്ക് തണുക്കും. ആ കോട്ടൊക്കെ ഇട്ട് പുതപ്പൊക്കെ എടുത്ത് റെഡിയാക്കുന്നു. കിടക്കാൻ പോകുന്നതിന് മുമ്പ് അതേ നമ്മുടെ പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ. സംഭവം മൊത്തം ഭയങ്കര കാടാ. വല്ല മൃഗങ്ങളോ എന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് നോക്കുക. ഒന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തോട്ട് കാണത്തില്ല. ഈ സൈഡിൽ കുറേ മരങ്ങൾ വെട്ടിയിട്ടേക്കുക. ചോല ഇറക്കി മതിൽ പോലെ കിടക്കുക. അതുകൊണ്ട് അതിൻ്റെ അവിടെ നിന്ന് കാണത്തില്ല. പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ആഴി കൂട്ടിയിട്ടുണ്ട്. നിഷ ദേ ചാടിക്കയറി കിടന്നു. നിഷേ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും പയ്യെ ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറി. പുറത്ത് നല്ല തണുപ്പ്, നടുവേദനയുണ്ട് ചെറുതായിട്ട്. ഞാനും പയ്യെ ടെൻറ്റിൻ്റെ അകത്ത് കയറി കിടന്ന പയ്യെ ഉറങ്ങാൻ പോകുന്നു. 10-11 മണി സമയമായി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വലിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു എനർജി അല്ലേ. ഇങ്ങോട്ട് വരുന്നില്ലേ? അയ്യോ എൻ്റെ അമ്മച്ചേ. നിഷയ്ക്ക് നല്ല സുഖമായിട്ട് കോട്ടൊക്കെ ഇട്ട് ഇത് കണ്ടില്ലേ, കോട്ടൊക്കെ ഇട്ട് നല്ല ചൂടുണ്ട്. ആ എനിക്കാണെങ്കിൽ ഓവർ ചൂടും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ നേരം വെളുത്തുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം അല്ലേ. അതുവരെ ഒരു ഉറക്കം. ഇടയ്ക്ക് പിന്നെ എഴുന്നേറ്റ് തീയിടും. തീ കത്തിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ചെറിയ മൃഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുങ്ങളെ ഓടിക്കാൻ തീയിടുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയതായിട്ട് തീയിടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ഞങ്ങളൊരു 30 ദിവസത്തെ ക്യാമ്പിംഗ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം നിങ്ങളെ. അപ്പോൾ ഓക്കെ ടീക്കേ, രാവിലെ കാണാം. കിടന്നോ. എൻ്റെ ദൈവമേ.
പുറത്തെ ഷീറ്റ് ഇടണോ? ഇടാം. ഉണ്ടല്ലോ, ഇതാകുമ്പോൾ രാത്രിയിൽ നമുക്ക് പുറത്തേക്ക് നോക്കാതെ വെള്ളോച്ചയായിട്ട് കേട്ടാം. അതെ, ഇനിയും നോക്കാം. അങ്ങനെ നേരം പരപരാ വെളുത്തു. കിളികളൊന്നും കരഞ്ഞില്ല ഇന്ന്. ജീവികൾ കിടന്ന് കീക്കിളി കീക്കിളിയെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ച. പുറത്തൊക്കെ നല്ല വെട്ടം വീണു. രാവിലെ പുറത്തേക്ക് നോക്കിയാൽ തീ കെട്ടിട്ടില്ല, ചെറിയ തീയുണ്ട്. നേരം അങ്ങനെ അടിപൊളിയായിട്ട് വെളുത്തു വരുന്നു. ഇനി ഒരു ചായ വെക്കണം, ചായ കുടിക്കണം. നിഷ വേണ്ട എഴുന്നേറ്റ് വരുന്നുണ്ട് പതുക്കെ. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ടെൻറ്റിൻ്റെ അകത്ത്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചൂടായിരുന്നു. അതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ് ടെൻറ്റിൻ്റെ അകത്ത്. ഇത്രയും മഴ പെയ്ത് നനഞ്ഞു കിടക്കുവാണെങ്കിലും ഭയങ്കര ചൂട്. എനിക്കൊരു കുഞ്ഞ് കളി കിട്ടി. ദേ ഇരിക്കുന്ന ഒരു കല്ല് കണ്ടോ, വള്ളി വലിച്ചിട്ടേക്കുന്നത്. ആ കല്ല് ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു. വെയിറ്റ് എടുക്കരുതെന്ന് എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്. വെയിറ്റ് എടുത്ത് നടു അനക്കത്തില്ല. ഇപ്പം യന്ത്രമനുഷ്യൻ നടക്കുന്ന പോലായി ഞാൻ നടക്കുന്നത്. രാവിലെ കട്ടൻ ചായക്കുള്ള പരിപാടി നിഷ തുടങ്ങി. എനിക്കിപ്പോൾ കുനിയത്തുമില്ല നൂരത്തുമില്ല. നടുവേദന കാരണം ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഇരിക്കാനും മേല നിൽക്കാനും മേലാത്ത അവസ്ഥ. കട്ടൻ ചായ അങ്ങനെ റെഡി. രാവിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് കട്ടൻ ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലേ? അങ്ങനെ അക്കരെയൊക്കെ മഴയല്ലായിരുന്നു, രാത്രി ചാറ്റൽ മഴയായിരുന്നു. രാത്രി മുഴുവൻ വലിയ മഴയല്ല, ചാറ്റൽ മഴ. ഇപ്പോഴും മഴയ്ക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു തുള്ളി ഓരോ തുള്ളി വീഴുന്നുണ്ട് പയ്യ. ഇവിടുന്ന് കാണുന്ന കാഴ്ച ഇതാട്ടോ. ചുറ്റോട് ചുറ്റും മലകളാണ്. ആകാശം ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മഴക്കാറും ഭയങ്കരമായിട്ടുണ്ട്. അങ്ങ് മഞ്ഞ് വീണ് കിടക്കുന്നതാണ് മാങ്കുളം സിറ്റി. ഒന്നോ രണ്ടോ കിളികൾ ഇങ്ങനെ കിളിന്ന് വയ്ക്കുന്ന അല്ലാതെ വേറൊന്നും ഒരനക്കവും ഇല്ല. അങ്ങനെ ഞങ്ങൾ ടെൻ്റ് ഇരുന്ന ഭാഗം നല്ല ക്ലീനാക്കി ടെൻ്റൊക്കെ അഴിച്ചു മാറ്റി. ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും വേസ്റ്റുകളൊന്നും ഇടാതെ, വിറകിൻ്റെ 2-3 വിറക് മാത്രമുണ്ട്. എല്ലാം ക്ലീനാക്കി. ഇതുകൊണ്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് എത്രയോ സാധനങ്ങളുണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് 2 പേര് കൂടി. നിഷയുടെ നിപ്പ് കണ്ടോ രാവിലെ തന്നെ. ഇത് അപ്പുറം കാണുന്നതെല്ലാം വീടുകളാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പയ്യെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇനി നിന്നാൽ മഴ പെയ്യും, അതുകൊണ്ടുള്ള നേരത്തെ വീട് പിടിക്കുക. അതെ, സ്ഥലം വിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഹൈപ്പൊക്കെ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ കമൻ്റ് ഒന്നും മറക്കണ്ട. അതെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം, ഉടനെ തന്നെ വരാം. അപ്പോൾ ടാറ്റാ.